നമസ്കാരം. രണ്ടാഴ്ചയ്ക്ക് ശേഷം ആദ്യമായി മറുനാടിൻ്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണിത്. വാസ്തവത്തിൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ ഇരുന്ന് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യവും വിവരശേഖരണവും ഒരിക്കലും മറ്റെവിടെ പോയാലും സാധ്യമല്ല എന്ന് ഇന്ന് രാവിലെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ബോധ്യമായി. ആദ്യം നമുക്ക് യുദ്ധവാർത്തയിലേക്ക് കടക്കാം. ലോകം കണക്കാക്കിയതിനപ്പുറത്തേക്ക് യുദ്ധം വഷളാകുന്നു എന്നതാണ് വാർത്ത. സഖ്യകക്ഷികൾ തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമാണ്. അമേരിക്കൻ പ്രസിഡന്റിനോട് വിയോജിപ്പ് വൈസ് പ്രസിഡന്റ് JD വാൻസിന് പോലും ഉണ്ട് എന്ന സൂചനയാണ് ആദ്യം പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക ഇസ്രായേലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അനാവശ്യമായി യുദ്ധം തുടങ്ങി വെച്ചു എന്ന് പറഞ്ഞ് അവരുടെ കൗണ്ടർ ടെററിസം ഭീകരവിരുദ്ധ സംവിധാനങ്ങളുടെ തലവനായ ജോ കെന്റ് രാജിവെച്ചു. ജോ കെന്റും JD വാൻസും തമ്മിൽ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ രാജിക്കത്ത് കൊടുത്തത്. ഇത്തരത്തിൽ അമേരിക്കയിൽ യുദ്ധം പിശകായിപ്പോയി എന്ന തോന്നൽ ശക്തമാകുന്നുണ്ട്. കാരണം ഇറാന്റെ ചെറുത്തുനിൽപ്പ് തുടരുകയാണ്. തീർച്ചയായും ഇസ്രായേൽ ഇറാന്റെ നേതാക്കളെ ഒന്നിനുമേൽ ഒന്നായി കൊന്നൊടുക്കുന്നുണ്ട്. അത് സത്യമാണ്. ഇറാന് യുദ്ധത്തിൽ വിജയിക്കാൻ കഴിയില്ല, അതും സത്യമാണ്. പല നേതാക്കളെയും കൊന്നൊടുക്കിയിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ സെക്യൂരിറ്റി ചീഫ്. നമ്മൾ ഇറാന്റെ ഭരണ സംവിധാനത്തെ രണ്ടായി കരുതണം. ഒന്ന്, ഇറാന്റെ സുപ്രീം ലീഡറുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്, ഇറാന്റെ പ്രസിഡന്റിന്റെ ഭരണ സംവിധാനമുണ്ട്. അതിൽ ജനാധിപത്യമൊക്കെ പ്രസിഡന്റിനാണെങ്കിൽ സൈനിക തലവനൊക്കെ പ്രസിഡന്റിന്റെ ഭാഗമാണെങ്കിൽ ഇറാന്റെ സുപ്രീം ലീഡറെ പോലെ തന്നെ ഇറാന്റെ സുപ്രീം സുരക്ഷാ ലീഡർ, അതും ഈ മതപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പദവിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പദവി. സുപ്രീം ലീഡർ കഴിഞ്ഞാൽ സുപ്രീം സുരക്ഷാ ലീഡറാണ് പ്രധാനി. അയാളെയാണ് കൊന്നിരിക്കുന്നത്. അല്ലാ റുജിനി അദ്ദേഹത്തെ വധിച്ചിരിക്കുന്നു. അത് വളരെ വ്യക്തമായി തന്നെ ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നു. ഇറാൻ അത് സ്ഥിരീകരിച്ചു. അല്ലാറിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് എത്തിയത്. സുപ്രീം ലീഡർ കഴിഞ്ഞാൽ 2ാമത്തെ പ്രധാനപ്പെട്ട പദവിയാണത്. അദ്ദേഹത്തെ വധിച്ചു. ഇസ്രായേൽ ഇക്കാര്യത്തിലൊന്നും അല്പം പോലും പുറകോട്ട് പോകുന്നില്ല. ഒരു വശത്ത് നിന്ന് കടുത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും. ഇസ്രായേലിലേക്ക് തിരിച്ചടി കിട്ടുന്നുണ്ട്. ടെലവീവ് അടക്കമുള്ളയിടങ്ങളിൽ ബോംബ് വീഴുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇസ്രായേലിനെ കാര്യമായി ബാധിക്കുന്നില്ല. ജനങ്ങൾ സുരക്ഷിതരാണ്. ചില അപകടങ്ങളും ദുരന്തങ്ങളും ഉണ്ടാവുന്നെങ്കിലും ഇസ്രായേൽ ഈ അവസരം പരമാവധി മുതലെടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു മരണവാർത്ത പുറത്തു വന്നു. ഇസ്രായേൽ തന്നെയാണ് അതും പുറത്തുവിട്ടത്. ഇന്റലിജൻസ് മന്ത്രി, ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളാണ് സുരക്ഷയുടെ ചുമതലയുള്ള ഇന്റലിജൻസ് വകുപ്പ് മന്ത്രി ഇസ്മയിൽ ഖത്തീബിനെ ഇസ്രായേൽ കൊന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഇസ്രായേലിന്റെ കില്ലർ സ്ക്വാഡ് കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, കൃത്യമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഇറാന്റെ പലയിടങ്ങളിലും ബോംബ് വർഷം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇറാന് ശ്വാസം വിടാൻ കഴിയാത്ത വിധത്തിൽ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ. അമേരിക്കയും ബോംബാക്രമണം നടത്തുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹോർമൂസ് കടലെടുക്കുന്നത് ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി അമേരിക്കൻ സേന ഇന്നലെ ഇസ്രായേലിന്റെ മിസൈൽ ഡിപ്പോകളൊക്കെ നേരെ ആക്രമണം നടത്തി. ഇതൊരു വശത്ത് നടക്കുന്നുണ്ട്. ഇറാന് വലിയ നാശമുണ്ടാവുന്നുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും ഇറാന്റെ പ്രതിരോധ ശേഷിക്ക് കാര്യമായ കുറവ് വരുന്നില്ല. ഇറാൻ അതിശക്തമായി ആക്രമണം നടത്തുകയാണ്. ഇതിൽ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാന്റെ തൊട്ട അയൽപക്കത്തുള്ള രാജ്യങ്ങൾ അത് GCC രാജ്യങ്ങളാണ്. ബഹ്റൈനും കുവൈറ്റും ഖത്തറും സൗദിയും UAEയും അടക്കമുള്ള രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളെ ആക്രമിക്കുമ്പോഴും ഇത് അമേരിക്കയുടെ ഈ രാജ്യങ്ങളിലെ കേന്ദ്രങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ആക്രമണം. എന്നാൽ ഇന്നലെ രാത്രി സംഭവിച്ചത് അങ്ങനെയല്ല. ഇറാൻ കയ്യും മെയ്യും മറന്ന് ആക്രമണം അഴിച്ചുവിട്ടു. നേരെ ഈ അയൽ രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം അഴിച്ചുവിട്ടു. യുദ്ധത്തിൽ ഏറ്റവും നിർണായകമായ സംഭവം ഈ രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളും എണ്ണപ്പാടങ്ങളുമാണ്. ഈ എണ്ണപ്പാടങ്ങളെ ഒഴിവാക്കിയാണ് ഇരുകൂട്ടരും യുദ്ധം ചെയ്തിരുന്നത്. ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ഇസ്രായേലും അമേരിക്കയും യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുപോലെ തന്നെ UAEയോ ഖത്തറിനെയോ സൗദിയെയോ ബഹ്റൈനെയോ ഒന്നും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ അവരുടെ എണ്ണപ്പാടങ്ങളെ ഇറാൻ വിട്ടൊഴിഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു ധാരണ ലംഘിച്ചുകൊണ്ട് അമേരിക്ക ഇറാന്റെ കാർഗ് ദ്വീപിലേക്ക് ആക്രമണം അഴിച്ചുവിടുന്നു. ഈ കാർഗ് ദ്വീപ് എന്ന് പറയുന്നത് ഇറാന്റെ പവിഴപ്പൂറ്റാണ്, അവരുടെ ഹൃദയമാണ്, ഇറാന്റെ എണ്ണശേഖരത്തിന്റെ കേന്ദ്രമാണ്. അവിടേക്ക് ആക്രമണം അഴിച്ചുവിട്ടി. അമേരിക്ക പറഞ്ഞത് ഞങ്ങൾ ഇറാന്റെ എണ്ണശേഖരത്തെ ആക്രമിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും അതിൻ്റെ ഒരു വ്യക്തതയില്ല. എണ്ണശേഖരത്തിന് മേൽ ആക്രമണം അഴിച്ചുവിട്ടില്ല. എന്നാൽ കാർഗ് ദ്വീപിലുള്ള സൈനിക സംവിധാനങ്ങൾ തകർത്തു എന്നാണ് അമേരിക്ക പറഞ്ഞത്. എന്നിട്ട് ട്രംപ് പറഞ്ഞ ഡയലോഗുണ്ട്, ജസ്റ്റ് ഫോർ എ ഫൺ, ഞാൻ ഇനിയും ആക്രമിക്കുമെന്ന്. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുകയും ഇറാൻ സകല നിയമങ്ങളും മറികടന്നുകൊണ്ട് ഇതുവരെയുള്ള സംയമനങ്ങൾ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നലെ രാത്രി വലിയ ആക്രമണം അഴിച്ചുവിട്ടു ഈ അയൽ രാജ്യങ്ങളിലേക്ക്. അതും ഖത്തറിലേക്കും സൗദിയിലേക്കും അടക്കം എല്ലാ രാജ്യങ്ങളും, UAEയിലേക്കും ഖത്തറിലേക്കും സൗദിയിലേക്കും ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഒക്കെ അതിശക്തമായ ആക്രമണം നടത്തി. ഈ ആക്രമണം അവർ ഇത്തവണ ഫോക്കസ് ചെയ്തത് എണ്ണ ശുദ്ധീകരണശാലകളിലേക്കും റിഫൈനറികളിലേക്കും എണ്ണ ഡിപ്പോകളിലേക്കുമാണ്.
അത് ഖത്തറിനും സൗദിക്കും നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഖത്തർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമുക്കറിയാം, ഖത്തർ ഇറാനുമായി യുദ്ധത്തിന് പോകുന്ന ഒരു അന്തരീക്ഷമുള്ള രാജ്യമല്ല. എന്നാൽ ഖത്തറിൻ്റെ പ്രകൃതിവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു. തീ പിടിച്ചിരിക്കുന്നു. അതിൻ്റെ പുകച്ചുരുളുകളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. റിയാദ് നഗരത്തിലേക്ക് ബോംബാക്രമണം നടത്തിയിരിക്കുന്നു. UAE എണ്ണശാലകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. ഈ ആക്രമണങ്ങൾ പലതും തടഞ്ഞു. അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് തീ പിടിച്ചത് എന്ന് പറയുമ്പോഴും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇന്നലെ ഒരൊറ്റ ദിവസം 5% എണ്ണവില ഉയർന്നത്. ബാരലിൻ്റെ വില 108, 110 ഉയർന്നു. അത് ഇന്ന് വീണ്ടും ഉയരും. കാരണം ഇവർക്കൊക്കെ ഈ ഡിപ്പോകൾ അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. എണ്ണ ശുദ്ധീകരണശാലകൾ അടച്ചുപൂട്ടേണ്ടി വന്നിരിക്കുന്നു. UAE അടക്കമുള്ളവർ നിർത്തിയിരിക്കുന്നു. എണ്ണ ഉത്പാദനം ഏതാണ്ട് നിർത്തിവെക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. ലോകത്ത് ഏറ്റവും അധികം പ്രകൃതിവാതകം ഉത്പാദിപ്പിക്കുന്ന ഖത്തറിലെ റാസ് ലാഫന് നേരെ ആക്രമണം ഉണ്ടായി. റാസ് ലാഫനിൽ അഗ്നിബാധയുണ്ടായി. ഓർക്കണം, ഖത്തറിന്റെ ഏറ്റവും വലിയ സ്വത്ത് പ്രകൃതിവാതകമാണ്, എണ്ണയേക്കാൾ കൂടുതൽ. ആ ഖത്തറിന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉത്പാദന കേന്ദ്രമാണ് റാസ് ലാഫൻ. ആ റാസ് ലാഫന്റെ മേൽ ആക്രമണം ഉണ്ടായി. അവിടെ തീ പടരുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഖത്തർ വളരെ പ്രകോപിതരാണ്. ഖത്തർ ഇറാനുമായിട്ടുള്ള എല്ലാ നയതന്ത്ര ബന്ധവും അവസാനിപ്പിച്ചു. ഇറാന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ എംബസിയിൽ നിന്ന് പുറത്താക്കി. തിരിച്ചടിക്കുമെന്ന് ഖത്തർ പ്രഖ്യാപിച്ചു. അതായത് ഖത്തറും ഇറാനും നേർക്കുനേർ വരുന്ന സാഹചര്യമുണ്ടായി. അവർ ഒരുമിച്ച് നിന്നിരുന്ന രാജ്യങ്ങളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറിയെങ്കിലും ഖത്തർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഖത്തർ അതിര് കിടക്കുന്ന ഇറാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഖത്തറിനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഖത്തറിന്റെ സമ്പത്തിന്റെ കേന്ദ്രമാണ് ലാഫ്രാഫാൻ. അവിടേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിന് തീ പിടിച്ചിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ അസാധാരണമായ സംഭവമായി അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇതുപോലെ തന്നെയാണ് സൗദിക്ക് നേരെയുണ്ടായ ആക്രമണം. സൗദിയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പലയിടങ്ങളിലും തീ പിടിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. UAE ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതിവാതക റിഫൈനറികൾ സ്ഥിതി ചെയ്യുന്ന ഹബ്ഷാൻ അവർക്ക് അടയ്ക്കേണ്ടി വന്നു. ഹബ്ഷാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് സ്റ്റേഷനാണ് ഹബ്ഷാൻ. അത് അടച്ചു. അതുപോലെ തന്നെ ബാബ് ഓയിൽ സെന്റർ, അത് അവിടെയാണ് എണ്ണ ശുദ്ധീകരണം നടക്കുന്നത്, അതും അടച്ചു. അതായത് ഇവിടേക്കൊക്കെ ആക്രമണം ഉണ്ടാവും. സൗദിയോടും ഖത്തറിനോടും UAE ഒക്കെ ഇന്നലെ മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങളുടെ പ്രധാനപ്പെട്ട എണ്ണ കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ ആക്രമിക്കും, ആളെ ഒഴിപ്പിച്ചോളാൻ. ജനത്തെ ഒഴിപ്പിക്കേണ്ടി വന്ന രാജ്യങ്ങൾക്ക്. ഇതിനുശേഷം ഇവിടെയൊക്കെ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭയം വല്ലാതെ ലോകത്തെ ആശങ്കപ്പെടുത്തുന്നു. കാരണം അഗ്നി പടരാം, എണ്ണശാലകൾ അടച്ചുപൂട്ടപ്പെടാം. ഇതൊന്നും കെടുത്താൻ പോലും എളുപ്പമാവില്ല. അവയ്ക്ക് ഇന്നലെ ആക്രമണം ഉണ്ടായാൽ ലോകത്തിന്റെ ഗതി തന്നെ മാറിപ്പോകും. കാരണം എണ്ണ ഉത്പാദനം പൂർണ്ണമായി നിന്നുപോകും. ഹോർമോസ് കടലിടുക്കിലെ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇത്ര ശക്തമായിരിക്കുന്നതെങ്കിൽ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാത്ത വിധത്തിലേക്ക് പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സൗദിയും ഖത്തറും ഒക്കെ യുദ്ധത്തിനിറങ്ങുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഇറാനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധം ഈ രാജ്യങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ യുദ്ധം പടരുകയാണ്. ആർക്കും ഇത് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തെ പ്രതിസന്ധിയിലേക്കാക്കുന്നു. ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ മാത്രമല്ല, വിപണി മുഴുവൻ തകർന്നടിയുന്ന സാഹചര്യം രൂപപ്പെടുന്നു. എണ്ണയുടെ ചലനം തന്നെ നിൽക്കുകയും എണ്ണയും പ്രകൃതിവാതകവും ലഭ്യമല്ലാത്ത സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇത് റഷ്യ പ്രതിഷേധിച്ചിറങ്ങിയിട്ടുണ്ട്. സുരക്ഷാ ലീഡറെ കൊന്നതിനെതിരെ പുടിൻ രംഗത്ത് വന്നു. തൻ്റെ സുഹൃത്താണ്, ഇതൊന്നും പറ്റില്ല എന്ന് പുടിൻ പറഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള ബഹളങ്ങൾ ആരംഭിക്കുന്നു. ഇതിനിടയിൽ UAE അടക്കമുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഈ പറയുന്ന അവശിഷ്ടങ്ങൾ വീണു അല്ലാതെയൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുള്ള കണക്ക് പോലും വ്യക്തമല്ല. വെസ്റ്റ് ബാങ്കിൽ പോലും, ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ പോലും ഒരു ബ്യൂട്ടി പാർലറിന് നേരെ ആക്രമണം ഉണ്ടായി. ഇന്റർസെപ്റ്റർ തടയുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധിയാണ്. അവിടെ ഒരു ബ്യൂട്ടി പാർലറിൽ 4 സ്ത്രീകൾ മരിച്ചു. ഈ ഒരു ആക്രമണത്തിന്റെ വ്യാപ്തി കൂടുകയാണ്, യുദ്ധത്തിന്റെ വ്യാപ്തി കൂടുകയാണ്. അമേരിക്കയ്ക്ക് കൈയൊഴിയാൻ കഴിയാത്ത അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. ഇസ്രായേൽ മാത്രമാണ് ഇതിന് ബെനഫാക്ടേഴ്സ്. ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. അമേരിക്ക എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. എണ്ണവില ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്നു. വിമാന സർവീസുകൾ പൂർണ്ണമായും താറുമാറായിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു. അവിടേക്കുള്ള ടൂറിസ്റ്റുകളും അവരുടെ എല്ലാ സംവിധാനങ്ങളും തകരുന്നു. അവരുടെ ഉൽപ്പാദന മേഖല തന്നെ തകർന്നു പോകുന്ന സാഹചര്യം രൂപപ്പെടുന്നു. ഇതിങ്ങനെ പോയാൽ ആകപ്പാടെ ഗൾഫ് രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും. എങ്ങനെ തലയൂരുമെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്ന കടുത്ത തിരിച്ചടിയാണ്. നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇറാൻ പിന്നോട്ട് മാറുന്നില്ല. ഗൾഫ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. യുദ്ധം എത്ര കാലം നീളുമെന്നതിനെക്കുറിച്ച് എങ്ങും ആശങ്കയാണ്.